കേരളപ്പിറവി ദിനം ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തിലൂടെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലെ പ്രത്യേക സമ്മേളനത്തിൽ തുടർന്ന് പൊതുവേദിയിലും ഈ നേട്ടം പ്രഖ്യാപിക്കുകയുണ്ടായി. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിരമായ വികസന ലക്ഷ്യങ്ങൾ പൂർണ്ണമായി കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം എന്ന ശക്തമായ അവകാശവാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ലോകത്ത് ചൈന കഴിഞ്ഞാൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ സ്ഥലം കേരളമാണെന്നും സർക്കാർ വാദിക്കുന്നു. എന്നാൽ ഈ പ്രഖ്യാപനത്തിന്റെ പിന്നിലെ മാനദണ്ഡങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ പ്രചാരണത്തിന്റെ അതിർവരമ്പുകളെക്കുറിച്ചും ഉയരുന്ന ചോദ്യങ്ങൾ സംസ്ഥാനത്ത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. സർക്കാരിന്റെ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്നതിനിടെ മന്ത്രിമാർ നടത്തിയ ചില പ്രസ്താവനകൾ ഈ പ്രഖ്യാപനത്തിന്റെ ആധികാരികതയെ ട്രോളുകൾക്ക് മുന്നിൽ ചോദ്യം ചെയ്യുന്നു. മുഖ്യമന്ത്രി മന്ത്രി സജി ചെറിയാനും നടത്തിയ ചില പ്രസ്താവനകൾ സർക്കാരിന്റെ അവകാശവാദങ്ങളെ യാഥാർത്ഥ്യവുമായി താരതമ്യം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പരിഹസിക്കപ്പെടുകയാണ്. മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസ്താവനയാണ് ഏറ്റവും പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. ഖത്തർ സന്ദർശന വേളയിൽ അനുഭവം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഖത്തർ സന്ദർശിച്ചപ്പോൾ കേരളം അതിദരിദ്രരെ കണ്ടെത്തിയതിനെ കുറിച്ചും അവിടുത്തെ മന്ത്രിമാരോട് വിശദീകരിച്ചു. തങ്ങൾക്ക് ഇതിന് കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് കേരളത്തെ അവർ അഭിനന്ദിച്ചു. ഖത്തർ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണ്. പ്രകൃതിവാതക നിക്ഷേപത്താൽ ലോകോത്തര ജീവിത നിലവാരം പുലർത്തുന്ന ഖത്തർ ജനസംഖ്യയുടെ കാര്യത്തിലും ഭൂമിശാസ്ത്രപരമായ കാര്യത്തിലും കേരളത്തെക്കാൾ വളരെ ചെറുതാണ്. അങ്ങനെ ഒരു രാജ്യത്തിന് പോലും ഇനിയും പൂർണ്ണമായി അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സമ്മതിച്ചപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഖത്തറിനെ പോലും കേരളം തോൽപ്പിച്ചു എന്ന മന്ത്രിയുടെ പരോക്ഷമായ അവകാശവാദം പൊതുസമൂഹത്തിന് വിശ്വസനീയമായി തോന്നുന്നില്ല.